എല്ലാരും കൂടി മുതലാളിക്ക് കൊടുക്കുമായിരുന്നു. മുതലാളിനെ കട ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനമാണ് നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തണം കേട്ടോ. ചായ ഉള്ളത് കൊണ്ട് മാത്രം വന്നേക്കണ ഒരു തെണ്ടിയാണ് മെയിൻ. ശരി തുടങ്ങല്ലേ. അപ്പൊ നമ്മള് കോമ്പാറ എല്ലാ ജംഗ്ഷനിലെ കടയിലും കയറി നമ്മുടെ ഷോപ്പിന് നോട്ടീസ് കൊടുക്കാൻ പോണ്. അവിടെ അണ്ടാറത്തറ തുടങ്ങാം. അവിടെ നമ്മുടെ ഇക്കാക്ക് കൊടുത്തേക്ക് വരണം. ഏത് കാക്ക്? അതെന്താ നിങ്ങൾ തമ്മിൽ ഇടിയാ കൊടുക്കണ? അവിടെ സംഭവം പറ പണ്ടാ ലേറ്റ്. സ്റ്റുഡിയോയാ? ഫോട്ടോ കൊടുക്കാം, ആണുങ്ങളുടെ ഫോട്ടോസ് എടുത്തോളൂ. എടാ ശരിയാണോ അങ്ങനെ ഇട്ടത്? മെൻസ് ക്ലോത്തിങ് സ്റ്റോർ എന്നല്ലേ ഇരുന്നത്? എടാ പാട്ടേ കടയുടെ നമുക്ക് ഓൾ ദി ബെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ല എവിടെക്കണ്? എടാ എന്താ അപ്പർ സൈഡിൽ കൊടുക്കാത്ത? എന്താ എടാ അപ്പർ സൈഡിലെ മെഡിക്കൽ ഷോപ്പിലും ഇവിടെ കൊടുക്ക് ഫ്രൂട്ട്സ്. എടാ നീ കൊടുക്ക്, നീ കൊടുക്കടാ. എന്താ എടാ ഇത് നമ്മുടെ കമ്പനി, ഇത് നമ്മളിവിടെ കിടന്ന് വിളയാടും. നീ കൊടുക്ക്. അത് നമുക്ക് തിരിച്ചു വരുമ്പോ ആ സൈഡ് പിടിക്കാല്ലേ. ആ പോട്ടെ. എടാ എടാ പ്രത്യേകം പറയോട്ടെ ഡ്രസ് ആണ്. കൊടുത്തു എടാ കൊടുക്ക്. ഇതാണ് കൊടുക്ക് വരണം. നമ്മുടെ ഡ്രസ് ഷോപ്പ് തുറക്കണ്ട അവിടെ നമ്മുടെ ഡ്രസ്സിന്റെ. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം. ഉദ്ഘാടനം ചെയ്യാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല ഞങ്ങളാ. ഇക്ക പോരെ 10 മണിക്ക് പോരെ. എടാ അപ്പുറത്തൊന്നും അക്ഷയ സെന്ററാ എന്നിട്ടുള്ളത് തന്നെ ഉണ്ടല്ലോ. അത് പറയണ അടയാളം പറയണ്ടേ? അല്ല എന്നിട്ടാണ് അടിയിലല്ലേ പറ്റിയത്? സപ്ലൈക്കോടെ ബിൽഡിങ്ങിന്റെ മേളില്. ഞാൻ അമ്മ എന്തെങ്കിലും കൊടുത്തോണ്ട് അഡ്രസ്. അങ്ങനെ ഞാൻ കളിക്കുന്ന എന്റെ ജിമ്മിൽ അസ്കറിന്റെ ഡ്രസ് കടയുടെ നോട്ടീസ് കൊടുക്കാൻ പോണ്. ആശാന്മാരുടെ ഇന്ന് ഞാൻ ജിമ്മിൽ ചെല്ലാത്തതിന്റെ പ്രതികരണം എന്താണെന്ന് കാണാം. ഞാൻ പറയാം. ഇതാണ് ഞാൻ കളിക്കുന്ന ജിമ്മ്. നിർഭാഗ്യവശാൽ ഇവിടെ ആശാന്മാരില്ല. അണിപാളി ഗൈസ്. അത് രാവിലത്തേക്ക് ആൾക്കാരൊക്കെ ചെരുപ്പൊക്കെ ഗൈസ്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള മിക്ക കടലിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ തുറക്കാനുള്ള പരിപാടികളാണ്. ഇതാണ് മുതലാളിയുടെ വാപ്പിച്ചി. അതെ മുതലാളിയോടെ ഈ കാണുന്നത് ഒരു മുതലാളിയാണ്.
വേറൊരു മുതലാളി ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ആളവിടെ കാണണം, എവിടെ പോയാ എങ്ങോട്ട് പോയത്. അപ്പൊ ഇതാണ് നമ്മുടെ നിലവിലെ കടയുടെ അവസ്ഥ. പുതിയ സ്റ്റോക്കുകളൊന്നും ഇരിപ്പുണ്ട്, ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്തിട്ട് വേണം. അങ്ങനെ നമ്മുടെ ശരിക്കുള്ള ഓണർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹൈ കൊടുക്ക്. നേരത്തെ ഓണർമാരെ ഞാൻ പരിചയപ്പെടുത്തി. നമ്മള് മൊത്തം പൊളിച്ചിവിടെ നിർത്തിയാൽ കിട്ടില്ല. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത് ഇവിടെ പിള്ളേരെ സെറ്റ് ചെയ്യുന്ന സെറ്റ് കിട്ടും. പിന്നെ ഇവരുടെ അടുത്ത് നമ്മളെന്താ ചെയ്യുന്നത് മറ്റേ ഒരു ഷോട്ട് അടിപൊളിയായിരിക്കും. ഈ ഓണറിനെ നമുക്കില്ലേ മെയിൻ കണ്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് വെക്കണം. നമ്മുടെ മെയിൻ ആത്മീയത്തിരിക്കുകയാണ്. നമ്മുടെ മെയിൻ മുതലാളിയുടെ വൈഫ്. ഇനി ഇവിടെ കൺട്രോൾ മൊത്തം അഫ്നാടെ കീഴിലായിരിക്കും. അതെ, രണ്ടാമത്തെ മുതലാളി കൊച്ചു മുതലാളി. എവിടെ 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 ചിരിച്ചേ ചിരിച്ചേ. ഇന്നലെ വീട്ടിലൊന്ന് ചോർന്ന് ചേട്ടായി. ഇപ്പൊ തന്നെ അത്യാവശ്യം ഉദ്ഘാടനത്തിന്റെ ആള് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. മിക്കവാറും നമ്മള് ഇപ്പൊ തന്നെ ഉദ്ഘാടനം നടത്തേണ്ടി വരും. അതാണ് ഇപ്പത്തെ അവസ്ഥ. യോ 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 യോ. അപ്പൊ ഫുഡി ഷെഫ് നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിങ്ങിനുള്ള റീലിനുള്ള പരിപാടി തുടങ്ങിയേക്കാണ്. എന്ത് സെറ്റ് ചെയ്യാൻ പ്രതീക്ഷിതമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച്. അപ്രതീക്ഷിതം തന്നെ. ഫുഡി ഷെഫിന്റെ കാർ. ഒരുപാട് കാറുകളുള്ള ഫുഡി ഷെഫിന്റെ കാർ. ഫുഡി ഷെഫിനെ സഹായിക്കുന്നത് നമ്മുടെ കുട്ടൻ. അളിയാ അളിയാ എന്തത് എന്തത് എടാ, ഇതൊക്കെ ഫിറ്റ് ആയിട്ട് പോയാ കൊള്ളാരുടെ സിക്സ് പാക്ക് ഒക്കെ. ജിമ്മിന്ന് ഇറങ്ങിയതാണ് എനിക്ക് സംശയമുണ്ട്. അടിയിലേക്ക് വേണ്ട. അയ്യോ, സെറ്റ് സെറ്റ്. ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇത്ര നാളും ഡ്രസ്സ് എടുക്കാൻ പോയ ശീലമുണ്ടേ ഉള്ളൂ. നമ്മളങ്ങനെ ഡ്രസ്സ് കട തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് നിനക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാഹചര്യങ്ങളാണല്ലോ ഓരോരോ സ്ഥലത്ത് ചിന്തിക്കുന്നത്. അതുപോലെ ഡ്രസ്സ് എടുത്തോണ്ടിരുന്നത് ഞാനിപ്പോ കൊടുക്കാനുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, അത്രയും വളർന്നു. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാ. നമ്മുടെ ഓഫറും കാര്യങ്ങളൊന്നും പറഞ്ഞേക്ക്. അതെ, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തോന്നല് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പല സാധനങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ അന്വേഷിക്കാറുണ്ട്. ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും ഓക്കെയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മള് സാധനങ്ങൾ എടുത്തത്. നമുക്ക് എന്താണ് മനസ്സിൽ വേണ്ടത് ആ സാധനം ഇവിടെ ഉണ്ട്. നമ്മളെന്താ മനസ്സിൽ വിചാരിക്കുന്ന സാധനം ഇവിടെ ഉണ്ട്. സാധനം കിട്ടും. ഇവിടെ കയറി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മള് നാളെ തുറക്കാണ്. 23-ാം തീയതി. അതെ, അപ്പൊ ആദ്യം തന്നെ കസ്റ്റമേഴ്സിന് 30% ഓഫർ ഉണ്ട്. അതെ,
എന്താണ് അവസ്ഥ? സമയം കഴിച്ച് 12:30 ഷോപ്പിന്റെ അവസ്ഥ. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഫുഡ് ഷെഫിന്റെ വണ്ടിയുടെ അകത്തിരിക്കണത്. കിട്ടില്ല മിനിയേച്ചേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. എന്റെ മോനെ കൊള്ളാലേ. നെക്സ്റ്റ് മാൻ ഓഫ് കോഴ്സ്. നോമ്പ് കാലമായി, ഇനി കുട്ടന്റെ സമൂസയുടെ കാലം. സമൂസനോട് പ്രത്യേക ആക്രാന്തം തുടങ്ങി. ഇന്ന് ഞാനത് സാധിക്കാൻ പോവുകയാണ്. ഞാനത് അവന് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പഴേന് ചോദിച്ചെന്ന്. ഓക്കെ, അപ്പൊ വീഡിയോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഷെഫും പിള്ളേര് ഇറങ്ങിയാണ്. ഓക്കെ, എടുത്ത് അതൊക്കെ സെറ്റ്. ഫ്രണ്ട് അടിച്ചതുകൊണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് ഷെഫ് പോയിരിക്കുകയാണ്. ഷെഫിന്റെ ബ്ലാക്ക് സ്ക്വാഡ് ആയിരുന്നു ഇവര്. അറിയാണ്ടിട്ടാണ് അതോടെ അല്ലാ. ഇനി പണിയാണ് ഗൈസ്, ഇനി പണിയാണ്. ജാസിനല്ലാണ്ട് വേറെ ആൾക്കും ഈ ട്രൗസർ ഇങ്ങനെ ഇത്രയും ഫിറ്റിലിട്ട് കൊടുക്കണ നമുക്ക് ഇനി കാണാൻ പറ്റില്ല. വെറും എന്താ പറയാ യാദൃശ്ചികമായ കാഴ്ച. മുടുക്കനായി സ്വന്തം പിള്ളേനെ പോലെയാണ് ജാസ് നോക്കണത്. വൻ പണിയിലാണ് എല്ലാവരും. 20 പണിയാണ്. ആ കുട്ടാ, ചായക്കുള്ള പണി നിനക്ക് എടുക്കാൻ പാടില്ലേ? ശിന്തിരി എവിടെ? ശിന്തിരി ഇവിടേക്ക് ഇവിടേക്ക് ചിരിച്ച് ചിരിച്ച്. നല്ല ചിരി, നല്ല ചിരി. എടാ അത് ക്രിഞ്ച്. എടാ വീഡിയോ വേറെ ആരുടെ ചെയ്യിച്ചാൽ മതിയായിരുന്നു. നല്ല സ്വന്തം പറയണ്ട, നീ വന്നറിഞ്ഞടാ. ഇത്രയും പരിപാടി ഇത്ര ഒച്ചപ്പാടിന്റെ ഇടയിലും വളരെയധികം ശാന്തമായി ഇറങ്ങുന്ന നമ്മളെ അഫ്നാടെ വാപ്പിച്ചി. നമുക്ക് വേണ്ടി ഇറച്ചിച്ചോറ് വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പിള്ളേർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടതാണ്. ദമ്മ് പൊട്ടിക്കുമ്പോ ഒരു ദമ്മ് പൊട്ടിക്കടാ കുട്ടാ. ആയ് ഇറച്ചിച്ചോറ്. എന്താ സൗണ്ടൊക്കെ എന്താ ഇങ്ങനെ? മെയിൻ പരിപാടി
എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടില്ല. ഇവരെല്ലാരും കാത്തു നിൽക്കുന്നത് എന്തിനു വേണ്ടിട്ടാന്നറിയോ? എല്ലാണോ അരിസറിയെന്നൊക്കെ പരിപാടി എടുക്കാൻ മോനെ. അങ്ങനെ നമ്മള് ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ്. കൂട്ട സമയത്തിനാടാ സമയം 2:15. ഓ പെർഫെക്റ്റ് ടൈം. പോയല്ലേ വണ്ടി എടുക്ക വണ്ടിയോടെ പോയല്ലേ ബാബാ ബൈ ബൈ. നിങ്ങൾ വീട്ടിൽ പോകുന്നു, ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മ ഫുഡ് കഴിക്കാൻ പോകുവാണ് ഗൈസ്. ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ച് ഓട്ടയും വർക്കാണ്. അഷ്കറിന്റെ കടക്ക് വേണ്ടി സമയകാലത്ത് പരിധിയില്ലാതെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇജാസ്. ലോഡിംഗ് ആണ് ഗൈസ്. രക്ഷയില്ല പയ്യൻ പട്ടിപ്പണി. ഹെഡ്സെറ്റ് കണ്ടില്ല ഗൈസ്. നമ്മളെ കഴിക്കണം. ഇല്ല ഞങ്ങൾ കഴിച്ചില്ല. അവിടെ പോയി ഞങ്ങൾ അഭിനയിക്കാറുണ്ട് കഴിക്കണ പോലെ. കഴിക്കാൻ പോലെ കഴിക്കണം. ലോഡിങ് എടാ മറ്റേ സാധനം ഉള്ളത് ഓക്കെ ഗൈസ് ഞങ്ങൾ പോകുന്നു. അവനെ വേണ്ടട്ടാ, ചെക്കൻ്റെ കല്യാണ വീഡിയോ ഒക്കെ കുഴപ്പമില്ലാതെ കിട്ടി. വളരെയധികം വിജിലംബിച്ച. അയ്യോ ഞാൻ ഇവിടെ വെച്ച് പാമ്പാ വെച്ച് പണ്ടാറാണ്ട് വിജിലംബിച്ച വഴിയാണ് ഗൈസ്. ഗൈസ് നമുക്ക് പോവല്ലേ? വണ്ടി എടുക്കുക. ഇനി അതിൽ വണ്ടി ഓടിക്കും പറ്റൂല. ആക്കി ഓടിച്ചോളാം വണ്ടി. വീണ്ടും ഞാൻ ഓടിച്ചു. നീ ഓടിക്കും മൂത്തേ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ വൈൽഡ് വിങ്സിലെത്തിരിക്കുകയാണ്. പണി കൊടുക്കാല്ലേ? എടാ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഒരമണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. സമയം എത്രയായി? 3 മണി 3:30 ഉണ്ടാവും. നമ്മള് ഇനി കുറച്ച് പരിപാടികളാക്കിയുണ്ട്. അത് തീർത്തിട്ട് ഉറങ്ങാനുള്ള പരിപാടിയിലേക്കാണ്. അതെ എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ള ഓണന്മാര്.
പുതിയ സംരംഭത്തിന്റെ ഓണർമാരാണ് ഈ കിടന്ന് ഉറങ്ങുന്നത്. അടിയോ അടിയോ തക്കുളിയോ തക്കുളിയോ എനിക്ക് ഉത്തരവാദിത്തമുള്ള 2 മുതലാളിമാരി എന്ത് ഏത്തേന്ന് തുടച്ചിറങ്ങിയേക്കാണ്. അർജുൻ ചേട്ടനേക്കാൾ കഷ്ടം. നീ പോടാ, കട നാളെ തുറക്കാം. അങ്ങനെ പണികൾക്കെല്ലാം ശേഷം നേരം വെളുത്തിരിക്കാണ്. മുതലാളിമാരെ കിടന്നുറങ്ങി. ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. ആണോ എന്താ ചെയ്യണ്ടപ്പാ? അശ്വിൻ്റെ അടുത്തോ അല്ലേ? ഏതാണ് ആക്ഷൻ? ജാസിന്റെ അടുത്ത് വരെ പോയിട്ട് അടുത്ത നോക്കിയിട്ട് നിങ്ങൾക്ക് നേരെ വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ഇജാസ്. വേഷമൊക്കെ മാറി വേറെ ഡെഡിക്കേഷനാണ് ഈ കാണുന്നത്. നല്ല പട്ടി ഉറക്കം. ആഹാ ആ ചത്തിയില്ലല്ലേ? ചകട വലിച്ചു നോക്കടാ, ജീവനുണ്ട്. കയ്യാറായ ഹാർഡ് വർക്കിംഗ് ജാസ്. ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ട് അവിടെ പരിപാടി തുടങ്ങിയിട്ട്? എത്ര മണിക്കൂറായിട്ടുണ്ട്? 5-6 മണി ആയിപ്പാ. 6 മണിയാ? ഓടാ, ഒന്ന് നേരത്തെ എത്ര മണിക്കാ? 2 മണിക്കാ? 3 മണിക്കാ? 3 മണിക്കൂർ. ഒരു 4 മണിക്കൂർ കൂട്ടാ. ഈ വീഡിയോ അറിയിക്കാ ജാസിന്റെ ലെവല് മാറി. ഗൈസ്, അങ്ങനെ നമ്മുടെ സകല പരിപാടികളും കഴിഞ്ഞ് ഇതാ നമ്മൾ ആലുവ ടൗണിൽ എത്തിയിരിക്കല്ല, ഇവിടെ ഇറന്ന് ഉറങ്ങാൻ കണ്ട് എഡിറ്റിങ്ങും ഫുള്ള് പരിപാടികൾ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടല്ലേ. ഡെഡിക്കേറ്റഡ് ഫ്രണ്ട്സ്. എല്ലാവരും കണ്ണൊക്കെ ചുമന്ന് നല്ല രസമായിട്ടുണ്ട്. ഓക്കെ ബൈ.